ഹായ് പീപ്സ്. അപ്പോൾ ഇന്ന് PhD സ്കോളർ ആവാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് റിപ്പോർട്ടിംഗ് ഡേ ആണ്. എൻ്റെ ഫ്രണ്ട്സ് കൂട്ടിനുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന ടൈമിൽ റിപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. 9 to 5 ഇടയ്ക്ക് ഞങ്ങൾക്ക് കൺവീനിയൻറ്റ് ടൈമിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് റിപ്പോർട്ട് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ഇന്ന് പറഞ്ഞത്. ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ മാത്രമായിരുന്നു ഇന്ന് അവർ ഞങ്ങൾക്ക് തന്ന ഷെഡ്യൂളിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് റഷ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കോളേജ് എത്തി. ആക്ച്വലി മാസ്റ്റേഴ്സ് പഠിച്ച ഇവിടെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയ പ്ലേസാണ്. എന്നാലും ആദ്യം തൊട്ട് തുടങ്ങല്ലേ, അതാണ് ഇത്രയും ഡോക്യുമെൻറ്റിങ്. പിന്നെ ഞങ്ങൾ തന്നെ പഠിച്ച കോളേജ്, പക്ഷേ ഞങ്ങൾ 2 മാസം നാട്ടിൽ പോയ ഗ്യാപ്പിന് ഭയങ്കരമായിട്ട് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ റിനോവേഷനൊക്കെ ചെയ്ത് ആകെ മൊത്തം അകത്ത് വലിയ ചേഞ്ചസ് ഇല്ലെങ്കിലും പുറത്തും ഔട്ടറിലൊക്കെ നല്ല ചേഞ്ചസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അഡ്മിഷൻ ബ്ലോക്കിൽ പോയി. ഞങ്ങൾക്ക് അഡ്മിഷൻ ബ്ലോക്കിൽ വെച്ചിട്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനൊക്കെ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരുപാട് പ്രോസസ്സ് ഉണ്ടായിരുന്നു. പ്രോസസ്സ് ഭയങ്കര ടയറിങ് പ്രോസസ്സായിരുന്നു. പക്ഷേ അവർ സ്മൂത്ത് ആയിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ കിറ്റിൽ എന്താ ഉള്ളതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ പല ക്യാബിനിൽ പോയി ഞങ്ങളുടെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ് 9 മണിക്ക് ഇറങ്ങി. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്ക് 12 കഴിഞ്ഞു. ഞങ്ങൾക്ക് അന്ന് തന്നെ ലൈവ് ID കാർഡ് പ്രിന്റ് ചെയ്ത് തന്നു. അപ്പം ഞങ്ങൾ കയറിയത് ID കാർഡ് ഇല്ലാതെയാണെങ്കിൽ ഇറങ്ങിയത് ID കാർഡോടുകൂടിയാണ്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ജ്യൂസും വെൻഡിങ് മെഷീനിൽ നിന്ന് വാങ്ങിച്ച് മെല്ലെ ഞങ്ങൾ തിരിച്ചിറങ്ങി. ഞങ്ങൾ ഔട്ടർ മെയിൻ ഗേറ്റിലോട്ട് നടന്ന് തിരിച്ച് ഓട്ടോന് തന്നെ വരണമല്ലോ, അപ്പോൾ തിരിച്ച് അതും വാങ്ങിച്ച് ഞങ്ങൾ മെയിൻ ഗേറ്റിലോട്ട് നടന്ന് മെല്ലെ അവിടുന്ന് തിരിച്ച് പോന്നു. അപ്പോൾ ഇൻഡക്ഷൻ എന്താ ഉണ്ടായെന്നുള്ളത് നാളെ കാണാം.